ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മളിൽ എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യ സ്വരൂപം നമുക്ക് ആശ്വാസവും ആനന്ദവും സംതൃപ്തിയും പൂർണ്ണതയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ എന്ത് വില കൊടുത്തും എന്ത് ക്ലേശം സഹിച്ചും നാം ആ സർവീശ്വരനെ സദാ സ്മരിക്കേണ്ടതാണ്. അങ്ങനെയുള്ളവർക്ക് ഒന്നും തന്നെ ഭയപ്പെടേണ്ടതായിട്ട് ഇല്ല. ഒരു കവി പറയുകയാണ്, അങ്ങന്നിലാനന്ദ തീർത്ഥമായി ജീവന്റെ ചൈതന്യധാരയായി നീ എന്നിലാശ്വാസദീപമായി നീ എന്നിൽ ഞാനായി നിറഞ്ഞു തൂവി. ഇപ്രകാരമാണ് ആ സർവേശ്വരൻ നമ്മളിൽ വർത്തിക്കുന്നത് എന്ന് പറയുകയാണ്. അങ്ങന്നിലാനന്ദ തീർത്ഥമായി അങ്ങനിക്ക് ആശ്വാസദീപമായി, ആനന്ദതീർത്ഥമായും ആശ്വാസത്തിൻ്റെ വെളിച്ചമായും ജീവന്റെ ചൈതന്യധാരയായി ആ ജീവ ചൈതന്യ രൂപത്തിൽ അങ്ങനെ ഞാനായി നിറഞ്ഞു തോന്നി. ഈ ഞാൻ എന്ന് പറയപ്പെടുന്നത് അവിടുന്ന് തന്നെയാണ്, അവിടെ നിന്നല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നാം ബോധിച്ച് ഉറപ്പിക്കേണ്ടതാണ്. നിരന്തരമായ ആത്മവിചാരം ചെയ്ത് നമ്മുടെ ഉള്ളിൻ്റെ ഉണരുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഓരോ സെല്ലിനെയും പ്രവർത്തിപ്പിക്കുന്നത് അവിടെ നിന്നാണ്. ഈശ്വര സാന്നിധ്യം ഇല്ലെങ്കിൽ ഈ ശരീരത്തിനൊരു സെക്കൻഡ് പോലും നിലനിൽക്കുകയില്ല. അതിനാൽ സദാസമയത്തും അതിനെ തന്നെ സ്മരിച്ചുകൊണ്ടും അതിനെ തന്നെ നിരന്തരം വിചാരം ചെയ്തുകൊണ്ടും നമ്മുടെ വിലയേറിയ സമയം നാം വിനിയോഗിക്കേണ്ടതാണ്. നീ അങ്ങനിലാനന്ദ തീർത്ഥമായി അങ്ങനിക്കാശ്വാസദീപമായി ജീവന്റെ ചൈതന്യധാരയായി അങ്ങനെ ഞാനായി നിറഞ്ഞു തൂവി.